ജീവിതത്തിൻ്റെ ഏറിയ പങ്കും നാടും വീടും ഇഷ്ടമുള്ളവരെയും വിട്ട് ജോലി ചെയ്യുന്ന ഓരോ പ്രവാസിയും ഉള്ളിൽ സങ്കടം ഒതുക്കുന്നത് എല്ലാം സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഹലോ ഹലോ വിളിക്കാൻ നേരം പെയ്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഇവിടെ പണീന്റെ തിരക്കിനടക്ക് സമയം കിട്ടണ്ടേ ഇന്ന് രാവിലെ തിരക്കാം. എന്തായി കാര്യങ്ങൾ എന്തായി? കാര്യങ്ങളൊന്നും ഒന്നും ആയില്ലടോ. ഇനിയിപ്പോ മാനേജർ വരാൻ വേണ്ടി ഒരാഴ്ചയും കൂടെ കഴിയും. എന്നിട്ട് എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് ബോധവും കഥയൊന്നും ഇല്ലേ? ഇനിയും ഒരാഴ്ച കഴിഞ്ഞിട്ടാ നിങ്ങളെന്താ ഈ പറയുന്നേ? മംഗളത്തിന് ഇനി ഒരു മാസം വരെ ഇല്ല. ആകെ 10-25 ദിവസേ ഇല്ലൂ. പൈസ കിട്ടാണ്ട് എന്തെങ്കിലും നടക്കുവാ? പൊന്നെടുക്കണ്ടേ? പൊന്നു മാത്രമേ പണ്ടത്തെ പോലെ 1-2 ദിവസം ഒന്നും അല്ല ഇപ്പൊ മംഗലം. പിള്ളേർക്ക് മറ്റേ ഹൽദിയും മെഹന്തിയും അതോ പാട്ടെല്ലാം പാണെന്ന് പറഞ്ഞിട്ട് ഗാനമേളക്കാരെല്ലാം പോലെ പെണ്ണിനി. ഇതിനെല്ലാം പൈസ വേണ്ടേ ആദ്യം? ഒന്നുമില്ലാണ്ട് ഞാനെന്നാ വേണ്ട? നിങ്ങൾക്ക് ആടെ ഇരുന്നിട്ട് മറ്റേ സുയിക്കല്ലേ വേണ്ട? ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണ? ഗൾഫുകാരനായിട്ട് ഇങ്ങനെ ആടെ എസിന്റെ മുറിന്റെ ഉള്ളിൽ ഇരുന്നാ മതി. ഇവിടുത്തെ കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണ? ബാക്കിയുള്ള നിങ്ങളുടെ ബേജാറായിട്ട് ചാവാനായത്. എന്നിട്ട് പിന്നെയും അടുത്ത ആഴ്ചയാ. പൈസേന്റെ കാര്യമാണ് നീ ചോദിച്ചത്. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിനക്ക് കിട്ടും. ഞാൻ എന്റെ ലീവിന്റെ കാര്യാന്നപ്പോ ലീവിന്റെ കാര്യാ? അതിപ്പോ ഇത്രക്ക് വലിയ കാര്യാ? പിന്നെ വലിയ കാര്യമില്ലാണ്ട് സ്വന്തം മോളെ മംഗളത്തിന് വരാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുന്നത്? ഞാനിവിടെ മംഗളത്തിന് ലീവ് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിശ്ചയത്തിന് വരെ വരാണ്ടുന്നത്. എന്റെ കൈമേൽ ഇല്ല പൈസയെല്ലാം ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കാതെ ആരുടെങ്കിലും കടം മേടിക്കണം. അത്ര ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ആടുന്ന് ഇടുന്നു പൈസ എല്ലാം വാങ്ങിട്ട് അയക്കുന്നതാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങേക്ക് വരാൻ നിക്കുന്നേ? നിങ്ങൾക്ക് ഇങ്ങേക്ക് വരാനും പോവാനുള്ള ചെലവ് എത്രയാവും? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാ? പിന്നെ വിമാനത്തിന്റെ ടിക്കറ്റ് എടുക്കുന്ന പൈസനെ കൊണ്ട് 2-3 പവൻ കൂടി അധികം മേടിക്കാം. വെറുതെ ഇങ്ങ് പാഞ്ഞു വരാൻ നിക്കണം നിങ്ങക്ക്. നിനക്കൊന്നും അതൊന്നും പറഞ്ഞാൽ തിരിയില്ല. സ്വന്തം നാടും വീടും വിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേ ആയി. എന്തെല്ലാം വിശേഷങ്ങൾ നാട്ടിൽ കഴിയുന്നുണ്ട്. എന്തിലെങ്കിലും ഒന്നിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ടാ? മനസ്സുകൊണ്ട് എപ്പോ നാട്ടിൽ തന്നെയാണ് എന്നെ പോലെയുള്ള പ്രവാസികളെല്ലാം. എന്നിട്ട് എന്താ വേണ്ടത്? ഇപ്പൊ നമ്മളെ വീട്ടിൽ കൂടൽ കഴിഞ്ഞു. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ വീടെടുത്തിന്. അതിന് ഞാൻ വന്നിനാ? മോളെ നിശ്ചയം കഴിഞ്ഞു. അതിന് ഞാൻ വന്നിനാ? മംഗളത്തിന് ഞാൻ എന്തായാലും വരും. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോളോടത്തു ഞാൻ അവളെ വിളിച്ചിട്ടല്ല. ഇപ്പം എന്റെ ഓളെന്ന് ഫോൺ എടുക്കാൻ ഞാൻ എങ്ങനെയാ പെണ്ണ് ഫോൺ എടുക്കേണ്ടത്? നിങ്ങളോട് ഇന്നലെ ഓളെന്തെങ്കിലും പറഞ്ഞിനാ? എന്തിനെങ്കിലും ഫോട്ടോ അയച്ചെന്തിനാ? ഇപ്പൊ നെക്ലേസ് അങ്ങാൻ മേടിക്കാൻ വേണ്ടീട്ട് നിങ്ങള് വാങ്ങിത്തരില്ലാന്ന് പറഞ്ഞു പോലും. എങ്ങനെ നിങ്ങക്ക് പറയാൻ തോന്നുന്നേ? ഒരു പെണ്ണല്ലേ ഇല്ലൂ. അതിന്റെ മംഗളത്തിന് അത് ആശിച്ചിട്ട് ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ എങ്ങനെ വാങ്ങിത്തരില്ലാന്ന് പറഞ്ഞേക്കില്ലേ? പിന്നെ പെണ്ണ് ആരോടോ പോയിട്ട് പറയേണ്ടത് നിങ്ങളോടല്ലാണ്ട്? ഓളയച്ച നെക്ലേസ് ഉണ്ടല്ലോ, പൊന്നിന്റെ അല്ല ഡയമണ്ടിന്റെയാണ്. ആ ഡയമണ്ടിന്റെ നെക്ലേസ് എല്ലാം മേടിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഇനിയും 5-6 കൊല്ലം ഞാനിവിടെ പണിയെടുക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ അയച്ച പൈസ തന്നെ ശമ്പളം മുൻകൂറായി വാങ്ങിയതാണ്. ഈ മംഗലം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ടാകുമ്പോ പിന്നെ ഒരു 5-6 മാസത്തെ പണിയും കൂടി ഉണ്ടാവും. അപ്പൊ അന്നേരത്തേക്ക് ഈ വാങ്ങിയ പൈസയുടെ പണിയെല്ലാം തീരും. പിന്നെ എല്ലാം ഇവിടെ മതിയാക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് അങ്ങ് വരും. നാട്ടിലേക്ക് വരാനാ? എപ്പം? ഈ കൊല്ലം അവസാനം ആകുമ്പത്തേക്ക് അങ്ങ് വരണം. മതിയാക്കി വരേണ്ട പരിപാടിയാ? എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്തെന്ന് ചെയ്യാനാന്ന്? എന്തെന്ന് ചെയ്താലും നിന്നെ പട്ടിണിക്കിടാണ്ട് ഞാൻ പോറ്റിക്കോളും. അതുപോലെ പട്ടിണിക്കിടാണ്ട് പോറ്റുന്ന് എന്തേ? എനിക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമില്ലേ? വെറുതെ വേണ്ടാത്ത പണിക്ക് നിക്കണ്ടേ? ഇതെന്തെന്നാ അപ്പൊ വേണ്ടാത്ത പണിയുള്ള എനക്കെല്ലാം വയസ്സായി. ഗൾഫുകാരനാന്ന് പിന്നെ അവിടുന്ന് 10-30 കൊല്ലായി ഗൾഫിൽ പോയിട്ടെന്നെല്ലാം പറഞ്ഞിട്ടാണ് പെണ്ണിന് നല്ല ഈ ആലോചന ശരിയായത് തന്നെ. നിങ്ങൾക്ക് അറിയാലോ അവന്റെ വീട്ടുകാരാ എന്തെല്ലാം പറഞ്ഞിട്ടാന്ന്. ഇഷ്ടപ്പെട്ട ചെക്കൻ തന്നെയല്ലേ അത്? ആ ഓള് കണ്ടുപിടിച്ചെന്നെ വലിയ തറവാട്ടുകാരാന്ന്. നമുക്ക് വരുമ്പോ ഇങ്ങനത്തെ ആലോചനയല്ലോ. എന്നിട്ട് നിങ്ങൾ ഇപ്പം പണിയും വിട്ടിട്ട് ഈ കൊല്ലം തന്നെ മടങ്ങി വരുവായിരുന്നു പറഞ്ഞിട്ടാകുമ്പം അവര് പിന്നെ എന്തെങ്കിലും പറയാൻ ബാക്കി ഉണ്ടാവുക ഇനി? അല്ലെങ്കിൽ തന്നെ പിന്നെ ചെക്കന്റെ അമ്മേന്റെ വയലിലെല്ലാം ഞാൻ കേട്ടതാണ്. വീടെല്ലാം ചെറുതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ പിള്ളേർ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് പെണ്ണുങ്ങൾ സമ്മതിച്ചാണ്. പിന്നെ മതിയാക്കിയിട്ടും കൂടെ വരുന്നെങ്കിൽ പിന്നെ കണക്കായി. വെറുതെ പെണ്ണിന്റെ ജീവിതം വെച്ചിട്ടൊന്നും കളിക്കാൻ നിൽക്കണ്ട. അല്ലപ്പം മോളെ ഒരുത്തന്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണ്ടി എനക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. എനക്കൊന്നും ആരോഗ്യമൊന്നും ഇല്ല, വയസ്സെല്ലാം ആയിടോ. ജീവിതത്തിന്റെ മുക്കാലും ഗൾഫിലല്ലേ. നിങ്ങക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ പൈസ എനിക്ക് വേഗം അയച്ചാട്ടെ, ബാക്കി നിങ്ങൾ എന്തെങ്കിലും ആക്ക്. ശരിയപ്പ. നാട്ടിൽ 35 ഡിഗ്രി ചൂടുണ്ടാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിലിരിക്കുന്ന ഗൾഫുകാരൻ്റെ ബന്ധുക്കൾ ഓർക്കുക, റോബോട്ടല്ല, മാംസവും രക്തവുമുള്ള മനുഷ്യനാണ് അവരെന്ന്.